സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം തിരിച്ചുപിടിച്ച UDF, കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങി LDF. സംസ്ഥാനത്തുണ്ടായ UDF തരംഗം ഇടുക്കിയിലും പ്രതിഫലിച്ചതായി CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ചക്രമുടി മലനിരയിലെ കയ്യേറ്റ ഭൂമിയിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയവർക്കെതിരെ റവന്യൂ വകുപ്പ് കേസെടുക്കുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം തന്നെയാണ്. കേരളത്തിൽ UDF വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി ജില്ലയിലേക്ക് എത്തിയാൽ ഇടുക്കിയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ മത്സരം നടന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സന്ദീപ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണുപ്രിയ, തീർച്ചയായിട്ടും കേരളത്തിലാകെ അലയടിച്ചിരിക്കുന്ന ഒരു UDF തരംഗം അത് ഇടുക്കിയിലും അലയടിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. രണ്ടാം പിണറായി സർക്കാർ കഴിഞ്ഞ് മൂന്നാമതൊരു പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തും എന്ന വലിയ പ്രഖ്യാപനത്തോടു കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം സമീപിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം മാറും. ഭരണവിരുദ്ധ വികാരം ഈ കേരളത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിലെത്തും എന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഭൂപ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇടുക്കി ജില്ലയിലടക്കം പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് UDF നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രതിഫലിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കഴിഞ്ഞ 1 പതിറ്റാണ്ടിലധികമായി UDFന് ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ MLA ഇല്ലാതിരുന്ന ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി LDFന് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമായി കൈയടക്കി വെച്ചിരുന്ന CPIയുടെ ഏക സീറ്റ് പീരുമേട് നിയോജക മണ്ഡലം UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സിറിയക് തോമസ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. 2 തവണ പരാജയം ഏറ്റുവാങ്ങി 3ാം മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ മത്സര രംഗത്തേക്ക് എത്തുകയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനപ്പുറമായിട്ട് 5ാം അംഗത്തിലേക്ക് ഏതാണ്ട് 20 വർഷത്തിനപ്പുറത്തിലേക്ക് എത്തുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം നിൽക്കുന്നു. AK മണിക്ക് ശേഷം വീണ്ടും അവിടെ ഒരു കൈപ്പത്തി ചിഹ്നം ദേവികുളത്ത് ഉയർന്നിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഇടുക്കി ജില്ലയിലാകെ ഒരു MLA പോലും ഇല്ലാത്ത ഇടതുപക്ഷം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ചർച്ചയായി മാറിയിരിക്കുന്നതാണ്. വളരെ പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നിരുന്ന ആ ഒരു വലിയ പരാജയം, ആ പരാജയത്തിന് അപ്പുറത്തുള്ള ഒരു വലിയ പരാജയത്തിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പോകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഭരണവിരുദ്ധ വികാരമായി തന്നെ അലയടിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കേരളത്തിലാകെ നോക്കുമ്പോൾ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF തിരിച്ചെത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വലിയ ആഹ്ലാദത്തിലാണ് UDF ആദ്യം തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറഞ്ഞിരിക്കുന്നു ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും UDF വിജയിച്ച് എത്തും, അതിന് യാതൊരു ഞങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുമില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനടക്കം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോൾ വലിയ പ്രചാരണ രീതികളുണ്ടായിരുന്നു. എന്നാൽ ഇടതുപക്ഷം ഒരുപടി മുന്നേ തന്നെ പ്രചാരണ പ്രവർത്തന രംഗത്തടക്കം മുന്നോട്ട് ഇറങ്ങുകയും പ്രചാരണ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുകയും ഒരു ഇടത് തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ജനങ്ങൾ മറിച്ചാണ് ചിന്തിച്ചത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് UDFന് ഇത്രയൊരു മേൽക്കൈ ഇടുക്കിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 5 നിയോജക മണ്ഡലങ്ങൾ ഇത്തവണ തൊടുപുഴയടക്കം തിരിച്ചു പിടിക്കുമെന്നായിരുന്നു CPMൻ്റെ മുതിർന്ന നേതാവ് MM മണി അടക്കമുള്ളവർ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം
ഘടകവിരുദ്ധമായിരിക്കുന്നു. അവിടെ എല്ലാം പരാജയം നേരിടേണ്ടി വന്നിരിക്കുന്നു. UDF ഒരു തരംഗം ഇടുക്കിയിൽ അലയടിച്ച് ഉയർന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ തരത്തിൽ 5 നിയോജക മണ്ഡലങ്ങളിലും UDF തരംഗമായി മാറിയിരിക്കുന്നു. മറ്റ് പ്രതികരണങ്ങളിലേക്ക് CPM-ൻ്റെ അടക്കം വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു കേരളത്തിലാകെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ, ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു സാങ്കേതികമായ പരാജയത്തിൻ്റെ കാരണമാണ് ഇടുക്കിയിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു പ്രതികരണം മാത്രമാണ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി CB വർഗീസ് അടക്കം നടത്തിയിരിക്കുന്നത്. മറ്റ് ആളുകൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും പ്രതികരണങ്ങളടക്കം വരും ദിവസങ്ങളിൽ സജീവമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും UDF ഒരു വലിയ മുന്നേറ്റം, ഒരു തേരോട്ടം തന്നെ ഇടുക്കിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. വിഷ്ണുപ്രിയ, ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ദേവികുളം. വോട്ടെണ്ണൽ ഘട്ടത്തിലും ഫലസൂചനകൾ മാറിമറിഞ്ഞ മുന്നണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഒടുവിൽ UDF വിജയം കരസ്ഥമാക്കിയതോടെ രാഷ്ട്രീയാകാംക്ഷയ്ക്ക് വിരാമമായി. സംസ്ഥാനത്താകെ അലയടിച്ച UDF തരംഗത്തിൽ ദേവികുളം മണ്ഡലത്തിലും LDF-ന് കാലിടറി. 2 പതിറ്റാണ്ടായി LDF-നൊപ്പം നിന്നിരുന്ന മണ്ഡലം വലത്തോട്ട് ചാഞ്ഞു. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി F രാജ വിജയിച്ചു. 5233 വോട്ടുകൾക്കാണ് വിജയം. ആകെ പോൾ ചെയ്തതിൽ 50,590 വോട്ട് F രാജയും 40,357 വോട്ട് LDF-ലെ അഡ്വക്കേറ്റ് A രാജയും 15,032 വോട്ട് NDA-യിലെ S രാജേന്ദ്രനും കരസ്ഥമാക്കി. മണ്ഡല രൂപീകരണ ശേഷം LDF-ഉം UDF-ഉം മാറി മാറി കൈവശം വെച്ച മണ്ഡലമായിരുന്നു ദേവികുളം. എന്നാൽ 2006 മുതൽ മണ്ഡലം LDF-ന്റെ കൈവശമായി. 2006-ലും 2011-ലും 2016-ലും S രാജേന്ദ്രനിലൂടെ മണ്ഡലം LDF നിലനിർത്തി. 2021 F രാജയിലൂടെ മണ്ഡലത്തിൽ LDF വിജയം തുടർന്നു. എന്നാൽ ഇത്തവണ 20 വർഷങ്ങൾക്കിപ്പുറം UDF മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചു. 1996 മുതൽ 2006 വരെ UDF-ലെ AK മണി MLA ആയി വിജയിച്ച് കയറിയ മണ്ഡലം കൂടിയാണ് ദേവികുളം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ത്രികോണ മത്സരം പ്രവചിച്ച സംസ്ഥാനത്തെ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ദേവികുളം. 2006 മുതൽ LDF-നെയും CPM-നെയും പ്രതിനിധീകരിച്ച S രാജേന്ദ്രൻ ഇത്തവണ പാർട്ടിയോടും മുന്നണിയോടും പിണങ്ങി BJP-യിലെത്തി NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഇത്തവണത്തേത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്താൻ ഇത്തവണ NDA-ക്കായി. തോട്ടം, ആദിവാസി, കാർഷിക മേഖലകൾ ചേരുന്ന ദേവികുളം മണ്ഡലത്തിൽ UDF പുതുമുഖ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച F രാജ തന്നെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വിജയകിരീടം ചൂടി. സിറ്റി വിഷൻ, അടിമാലി. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച ദേവികുളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി F രാജ. ഫലപ്രഖ്യാപന ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു F രാജ. വോട്ടർമാരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം UDF നേതാക്കളോടും കോൺഗ്രസ് പാർട്ടിയോടും ഒപ്പം നിന്ന എല്ലാ മുന്നണി പ്രവർത്തകരോടും നന്ദി അറിയിക്കുകയാണെന്നും F രാജ പറഞ്ഞു. 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ഇപ്പുറമായിരുന്നു ഇത്തവണ ദേവികുളം മണ്ഡലത്തിൽ UDF വിജയം കൈവരിച്ചത്. ദേവികുളം சட்டமன்ற தொகுதி வாக்காளர் பெருமக்கள் என்னை ஜெயிக்க வச்சதற்கு எத்தனை 1000 கோடி நன்றி சொன்னாலும் தீராது. என்னுடைய நன்றியை தெரிவித்துக் கொள்கிறேன். அதுபோலவே என்னுடைய பார்ட்டி UDF நேதாக்கமார் தாளத்தட்டில் உள்ள எல்லாருக்கும் எனக்கு வேண்டி இரவு பகல் பார்க்காமல் பணியாற்றிய എല്ലാവർക്കും இந்த വേളയിലെ നന്ദിയെ தெரிவித்துக் കൊള്ളുகிறேன். പീരുമേട്ടിലെ ജനങ്ങൾ മുഴുവൻ തന്നോടൊപ്പം നിന്നു എന്നും താൻ ജനങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ ആദ്യ പ്രതികരണം. വലിയ ഭൂരിപക്ഷത്തിൽ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. വലിയ സന്തോഷം. പീരുമേട്ടിലെ ജനങ്ങൾ ആകമാനം എന്നെ അംഗീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണിത്. വളരെ അഭിമാനം എനിക്ക് തോന്നുന്നു. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണക്കാരും കർഷകരും പീരുമേട്ടിലെ ജനങ്ങൾ മുഴുവൻ എന്നോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നു. എനിക്ക് അവരോടൊക്കെ വലിയ നന്ദിയുണ്ട്. ഞാൻ എന്നും പീരുമേട് ജനതയോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്വം. നഷ്ടപ്പെട്ട ഇടുക്കിയിലെ സീറ്റ് തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു തന്റെ ഉത്തരവാദിത്വം. ഇടുക്കി സീറ്റ് തിരിച്ചുപിടിക്കാനായതിൽ സന്തോഷമെന്നും റോയി കെ പൗലോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ വലിയ ഒരു ഉത്തരവാദിത്വമാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന് നിങ്ങൾക്കറിയാം.
ഇവിടെ ബഹുമാന്യനായ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ 6 ടേമായി അല്ലെങ്കിൽ നേരത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കോട്ടയായിരുന്ന ഇടുക്കി നിയോജകമണ്ഡലം കഴിഞ്ഞ പ്രാവശ്യമാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായത് നമുക്കറിയാം. അപ്പോൾ ആ നഷ്ടപ്പെട്ട സീറ്റ്, ഇടുക്കിയിലെ UDFൻ്റെ സീറ്റ്, അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യമാണ് UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലത്തിലെ UDFൻ്റെ സഹപ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണത്തോടെ ആ ദൗത്യം വലിയ വിജയകരമാക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷത്തിലാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ നാടിന്റെ ജനവികാരം അറിഞ്ഞിരുന്നു എന്നും ഒരു പൂ ചോദിച്ചപ്പോൾ ഇടുക്കിക്കാർ തന്നത് ഒരു പൂക്കാലമാണെന്നും MP ഡീൻ കുര്യാക്കോസ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നപ്പോൾ ഈ നാടിൻ്റെ ജനവികാരം പ്രകടമായിരുന്നു. എന്നാൽ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം ഈ നാടിൻ്റെ ജനത സമ്മാനിച്ചിരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാൾ മഹാവിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 നിയോജക മണ്ഡലങ്ങളും തിരിച്ചു പിടിച്ചുകൊണ്ട് UDF കരസ്ഥമാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ദേവികുളം ഏറ്റവും അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത്, വാർഡ് മുതൽ അസംബ്ലി ഉൾപ്പെടെ പാർലമെൻറ്റ് ഉൾപ്പെടെ സമ്പൂർണ്ണമായ വിജയം ഇടുക്കി ജില്ലയിൽ കൈവരിക്കാൻ സാധിച്ചുവെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ നാടിനോട് കാണിച്ചതായിട്ടുള്ള പ്രതിബദ്ധതയ്ക്ക് നാടിൻ്റെ ജനത അതിന് വലിയ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇത് ജനങ്ങളുടെ വിജയം. 10 വർഷം കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ച സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത്. ടീം UDF എന്ന ആശയം നെഞ്ചിലേറ്റ് നേടിയ വിജയം ഇനിയുള്ള നാളുകൾ കേരളത്തിന്റെ സുവർണ കാലഘട്ടമെന്നും അബു ജോൺ ജോസഫ്. കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ച ഒരു സർക്കാരിനെതിരെയുള്ള വ്യക്തമായ വിധിയെഴുത്താണ്. മുഖ്യമന്ത്രി തന്നെ 5 റൗണ്ട് കഴിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളത്, അതിൽ പരം ഒരു സന്ദേശം ജനങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ടീം UDF എന്നൊരാശയം നെഞ്ചിലേറ്റി നേടിയ ഒരു വിജയമാണിത്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് കേരളത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ഇടുക്കിയിലെ 5 സീറ്റുകളും പിടിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 5 സീറ്റുകളും വിജയിക്കുമെന്ന് പറഞ്ഞത് ജില്ലയിലെ ജനങ്ങളെ വിശ്വസിച്ച് നയവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വികാരമാണ് ഇപ്പോൾ കാണുന്നതെന്നും CP മാത്യു. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത് 16-ാം തീയതിയാണ്. 17-ാം തീയതി തൊടുപുഴ രാജീവ് ഭവനിൽ കൂടിയ പത്രസമ്മേളനത്തിൽ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു 5-ക്ക് 5 ഈ ജില്ലയിലെ 5 സീറ്റുകളും ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ പ്രത്യേകതയുള്ളത് 35 വർഷമായി നഷ്ടപ്പെട്ട ഇടുക്കി നിയോജക മണ്ഡലം കൈപ്പത്തെ ചിഹ്നത്തിൽ മത്സരിച്ച KPCC വൈസ് പ്രസിഡന്റ് റോയി കെ പൗലോസ് വിജയിച്ചിരിക്കുന്നു. അതാണ് 5-ക്ക് 5 സീറ്റ് എന്ന് പറഞ്ഞത് ഈ ജില്ലയിലെ ജനങ്ങളെ വിശ്വസിച്ചായിരുന്നു. 10 സംവത്സരങ്ങൾ ഇടുക്കിയിലെയും ഈ സംസ്ഥാനത്തെയും ജനങ്ങളെ മുൾമുനയിൽ നിർത്തിയ ഒരു ഭരണകൂടമായിരുന്നു സഖാവ് പിണറായി വിജയൻ്റേത്. ജനങ്ങളുടേതായ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിരുന്നു. ഇനി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ
one health provider. Kripa Medical Center. Direct care, diagnosis and treatment. Doctor's Clinic, Doctor's Clinical and Diagnostic Laboratory. And patient-friendly pharmacy. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakot. The number one health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്തുണ്ടായ UDF തരംഗം ഇടുക്കിയിലും പ്രതിഫലിച്ചതായി CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ലേ, തെരഞ്ഞെടുപ്പ് മത്സരത്തിലുണ്ടാകുന്ന കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം ഇടുക്കി ജില്ലയിലും ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള സ്ഥിതികളെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം അവിടെ വ്യക്തമായ നിലപാട് പറയുന്നു. അതിന് വ്യത്യസ്തമായി ഇടുക്കി ജില്ലയുടെ ഏതെങ്കിലും പ്രത്യേകമായ സവിശേഷമായ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണമായി ഇപ്പോൾ വിലയിരുത്താനില്ല. തീർച്ചയായും തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി സംബന്ധിച്ച് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള കുറവുകൾ ഏതാണെന്ന് കണ്ടെത്തും, പരിഹരിക്കപ്പെടും. തെരഞ്ഞെടുപ്പിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയല്ല CPIMനെ സംബന്ധിച്ച്. CPIM ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ സമരങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പെ കാണുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾക്ക് അവതരിപ്പിക്കും. ജനവിധി അംഗീകരിക്കുന്നു എന്ന റോഷി അഗസ്റ്റിൻ. ജനവിധി എതിരാവാൻ കാരണമെന്തെന്ന് പരിശോധിക്കുമെന്നും സംസ്ഥാനമൊട്ടാകെ ഒരു തരംഗമാണ്, കാര്യങ്ങൾ പഠിച്ച മുന്നോട്ടു പോകും, തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കാൻ വരുന്ന സർക്കാരിനോട് സഹകരിക്കും. ജനങ്ങൾ എന്തുകൊണ്ട് മാറ്റി നിർത്തിയെന്ന് അറിയില്ല, ഭരണവിരുദ്ധ വികാരമെന്ന് കേട്ടിട്ടില്ല. പരാജയമുണ്ടായതിനാൽ പാർട്ടി ഇല്ലാതാവുന്നില്ല, കൂടുതൽ സമയം കണ്ടെത്തി മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കും. താൻ തികഞ്ഞ ഈശ്വരവിശ്വാസിയാണെന്നും ഒരു വിശ്വാസിക്ക് നിലപാടുകൾ മാറ്റാനാകില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കുറവൊന്നും എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നാൽ ജനങ്ങൾ ഒരു മാൻഡേറ്റ് തീരുമാനമെടുത്താൽ അതാണല്ലോ അതിന്റെ ജനഹിതം, അതിനെ അംഗീകരിക്കുന്നു. ആ ജനങ്ങളോടൊപ്പം നിൽക്കാനും അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനും ഇന്നലകൾ ഇതിനകത്ത് പോലെയാണ് ഉണ്ടാവും. കുറെ കൂടി വിപുലീകരിക്കും, കുറെ കൂടെ സമയം കൂടുതൽ കിട്ടുമല്ലോ ജന വിഷയങ്ങളിൽ ഇടപെടാൻ, ജനകീയമായ ഇടപെടലുകൾ നടത്താൻ. അപ്പോൾ തന്നെ തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണത്തിന് അതിന് ഗവൺമെന്റിന് നൽകേണ്ട സഹായം ഇതൊക്കെ ഒരുപോലെ ആയിരിക്കും. അന്ന് വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകില്ല. അങ്ങനെയുള്ള യാതൊരു ധ്രുവീകരണത്തിനും ഒരിടവും കൊടുക്കില്ല. ചക്രമുടി മലനിരയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുകയും ഭൂമി ഏറ്റെടുത്ത പട്ടയങ്ങൾ റദ്ദു ചെയ്തെങ്കിലും കയ്യേറ്റ ഭൂമിയിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയവർക്കെതിരെ റവന്യൂ വകുപ്പ് കേസെടുക്കുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോപണം. മരങ്ങൾ മുറിച്ചു കടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള സർക്കാരിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കയ്യേറ്റങ്ങളിലൊന്നായിരുന്നു ചക്രമുടി മലനിരയിലെ ഭൂമി കയ്യേറ്റം.
വ്യാജപട്ടയങ്ങൾ ചമച്ച് സർക്കാർ ഭൂമി കയ്യേറി കോടികളൊക്കെ മറച്ചുവിറ്റ മാഫിയ സംഘങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് കർശന നടപടി സ്വീകരിച്ചു. സർക്കാർ ഭൂമി തിരിച്ച് ഏറ്റെടുക്കുകയും വ്യാജപട്ടയങ്ങൾ റദ്ദു ചെയ്യുകയും ചെയ്തു. കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിച്ചു. എന്നാൽ റവന്യൂ വകുപ്പ് ഇപ്പോഴും മാഫിയ സംഘങ്ങളെ സഹായിക്കുന്നു എന്ന ആരോപണമാണ് പരിസ്ഥിതി പ്രവർത്തകർ അടക്കം ഉന്നയിക്കുന്നത്. കയ്യേറി കൈവശപ്പെടുത്തിയ ഭൂമിയിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തി. ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സർക്കാർ ഭൂമിയിലെ മുതൽ കൊള്ളയടിച്ചവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തി. സംഭവത്തിൽ അന്വേഷണവും നിയമ നടപടിയും ആവശ്യപ്പെട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. റവന്യൂ ഉദ്യോഗസ്ഥർ മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ബുൾബേന്ദ്രൻ ആരോപിച്ചു. ചൊക്രമുടി കയ്യേറ്റം നടന്നിട്ട് 3 വർഷത്തിലേറെയായി. അടിമാലി സ്വദേശിയുടെ നേതൃത്വത്തിൽ ഇവിടെ കയ്യേറുകയും ഈ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് റവന്യൂ ഉദ്യോഗസ്ഥരാണെന്നും ഇത് റവന്യൂ ഭൂമിയാണെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം, അതുപോലെ ഗ്രീൻ കെയർ കേരള ഞങ്ങളെല്ലാം പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ വിജിലൻസ് അവിടെ വന്ന് അന്വേഷിക്കുകയും ഇത് സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിന് ഒത്താശ ചെയ്ത വയസ്സമ്മാലി വില്ലേജ് ഓഫീസർ അടക്കമുള്ള 3 പേരെ സർക്കാർ ഉദ്യോഗസ്ഥരെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ വ്യാപകമായിട്ടുള്ള നീലക്കുറിഞ്ഞി, അതുപോലെ പുൽമേടുകൾ വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന തരത്തിലാണ് ഇതെല്ലാം ചെത്തിമാറ്റി കയ്യേറ്റം നടത്തിയത്. അതിലുപരി ഉദ്ദേശം ഏതാണ്ട് 60 ലക്ഷത്തിലേറെ രൂപയുടെ കാട്ടുമരങ്ങൾ, യൂക്കാലിയും അതുപോലെ വിലപിടിപ്പുള്ള കാട്ടുമരങ്ങൾ ഇവിടുന്ന് വെട്ടി മാറ്റിയെങ്കിലും ഇതിന് ഒത്താശ ചെയ്തത് റവന്യൂ ഉദ്യോഗസ്ഥരാണ്. കാരണം റവന്യൂ ഭൂമിയിൽ നിന്ന് ഈ കാട്ടുമരങ്ങൾ വെട്ടിക്കൊണ്ടുപോകാൻ റവന്യൂവിൻ്റെ അനുമതി വേണം. അപ്പോൾ അവർ പൈസ കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ട് ഇത് വെട്ടിക്കടത്തിയെങ്കിലും ഇതുവരെ ആയിട്ട് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ റവന്യൂ കേസെടുത്തിട്ടില്ല. മരങ്ങൾ മുറിച്ചു കടത്തിയതിനെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ വനവകുപ്പിന് കഴിയില്ല. റവന്യൂ ഭൂമിയായാൽ കേസെടുക്കേണ്ടത് റവന്യൂ വകുപ്പ് തന്നെയാണ്. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ എവിടെയും ലക്ഷങ്ങളുടെ മരങ്ങൾ കൊള്ളയടിച്ചത് സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല. അതുകൊണ്ട് തന്നെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ മാഫിയ സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം ഉയരുന്നത്. സർക്കാർ തിരിച്ചേറ്റെടുത്ത ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച കയ്യേറ്റക്കാർ കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. കോടതിയിലും കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആരോപണവും നിലനിൽക്കുകയാണ്. സിറ്റി വിഷൻ, രാജാക്കാട്. ബദൽ സഹകരണ ആശുപത്രിയുടെ 10ാമത് വാർഷികാഘോഷവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ആശുപത്രി ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ CV വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷമായി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് കരുതലായി പ്രവർത്തിക്കുന്ന ബദൽ സഹകരണ ആശുപത്രിയുടെ 10ാം വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. വാർഷികത്തോടനുബന്ധിച്ച് പീഡിയാട്രിക്, പൾമണോളജി, ഓർത്തോപീഡിക്, ജനറൽ മെഡിസിൻ വിഭാഗങ്ങളുടെ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു. ബദൽ സെന്റ് ജേക്കബ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ ആശുപത്രി ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ CV വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. രോഗം എന്നത് യാഥാർത്ഥ്യമാവുമ്പോൾ ആശുപത്രിയും ചികിത്സാ സൗകര്യവും എന്നുള്ളത് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ മികച്ച സൗകര്യവും മെച്ചപ്പെട്ട സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളും അറിവും ബിരുദവും ഒക്കെയുള്ള അനുഭവ പരിചയത്തുള്ള നല്ല പരിചയമുള്ള കഴിവുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരുമൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ആ നിലയിലേക്ക് നമ്മളിപ്പോൾ ഈ നഴ്സിംഗ് സ്കൂളിലെ കുട്ടികൾ വന്നപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആശുപത്രിയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച മുതിർന്ന ഓഹരി ഉടമകളുടെയും ദാതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. സഹകരണ ആശുപത്രി പ്രസിഡന്റ് KU വിനു അധ്യക്ഷത വഹിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി തെങ്ങുംപള്ളി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം മിനി സാബു, ഫാദർ ജോസഫ് നടുപ്പടവിൽ, ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ സജി തടത്തിൽ, സെക്രട്ടറി ശ്രുതി വിജയൻ, കൺവീനർ സജി പേഴത്തുവലിയിൽ, ട്രഷറർ റെജി പുറത്തേൽ, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ലാൽജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു.
തുടർന്ന് ഇടുക്കി കലാസാഗർ അവതരിപ്പിച്ച സൂപ്പർ ഹിറ്റ് ഗാനമേളയും നടന്നു. സിറ്റുവേഷൻ ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,715 രൂപ, പവന് 1,90,720 രൂപ, വെള്ളി ഗ്രാമിന് 270 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം തിരിച്ചുപിടിച്ച UDF, കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങി LDF. സംസ്ഥാനത്തുണ്ടായ UDF തരംഗം ഇടുക്കിയിലും പ്രതിഫലിച്ചതായി CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ചക്രമുടി മലനിരയിലെ കയ്യേറ്റ ഭൂമിയിൽ നിന്നും ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയവർക്കെതിരെ റവന്യൂ വകുപ്പ് കേസെടുക്കുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.